പ്രിയ പ്രേക്ഷകരെ, നമുക്കൊപ്പം ഒരു അതിഥി ചേരുന്നു. ഇന്നലെ നമുക്ക് ഏറ്റവും സന്തോഷം തന്ന വാർത്തകളിലെ പ്രധാന അതിഥി. ജീവിതത്തിൽ നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ കൈമുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും സാധ്യമാണ്. വീൽ ചെയറിൽ നിന്ന് ഫിനിഷ് പക്ഷിയെ പോലെ സിവിൽ സർവീസിലേക്ക് പാഞ്ഞു വന്ന നമ്മളുടെ സ്വന്തം ആതിര സുഗതൻ. ആതിര സുഗതനെ പറ്റിയാണ് ഇന്നലെ നമ്മൾ വാർത്ത ചെയ്യുന്ന സമയത്തും ഒരുപാട് കുട്ടികൾക്കൊക്കെ ആതിരയുടെ കഥ കേൾക്കുന്നത് വലിയ പ്രചോദനമായിരുന്നു. ഇന്ന് പത്രങ്ങളിലൊക്കെ ആതിരയുടെ കഥ വരികയും ചെയ്തിട്ടുണ്ട്. 483 റാങ്കാണ് ആതിര നേടിയത്. പക്ഷേ ആതിര ഏതു സാഹചര്യത്തിലാണ് ഈ 483 റാങ്ക് നേടിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. നമുക്കിപ്പോൾ ഡോക്ടർ ആതിര സുഗതൻ തന്നെ ചേരുന്നുണ്ട്. ആതിര, വെരി ഗുഡ് മോർണിംഗ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു സർ. ആതിര, ഞാൻ ആതിരയെ കുറിച്ച് ഇന്നിപ്പോൾ വായിക്കുകയായിരുന്നു. ആതിരയ്ക്ക് യഥാർത്ഥത്തിൽ ഇത് സിവിൽ സർവീസിലേക്കുള്ള ഒരു പുതിയ ജന്മം മാത്രമല്ല, ജീവിതത്തിലേക്കുള്ള ഒരു രണ്ടാമത്തെ വരവ് കൂടിയാണ്, അല്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാം ജന്മം. യെസ് സർ. യെസ് സർ. ഈ ഒരു ബൈക്ക് അപകടത്തിലാണ് പരിക്കു പറ്റുന്നത്. 2016 എന്താണിത് അപകടം നടക്കുന്നത് ആതിര? സർ 2016. അതെ സർ, ഞാൻ BDS ഞാൻ 3rd ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു റോഡ് ആക്സിഡൻറ്റ്, ബൈക്ക് ആക്സിഡൻറ്റ്. ഞാൻ ബൈക്കിൻ്റെ പിന്നിലായിരുന്നു. അപ്പോൾ ഹമ്പിൻ്റെ മുകളിൽ ബൈക്ക് സ്കിഡായിട്ട് ഞാൻ പിന്നിന്ന് തെറിച്ച് വീഴുക ചെയ്തത്. അപ്പോൾ വീണപ്പോൾ എനിക്ക് ഹെഡ് ഇഞ്ചുറി പറ്റി, പിന്നെ എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രണ്ട്സ് ആയിരുന്നു. അവർ 2 ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഡെത്ത് കൺഫേം ആണ്, രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ BGSലേക്ക് വന്നപ്പോൾ അവരും പറഞ്ഞു ഓക്കെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാഷ്വാലിറ്റിയിൽ അവർ മാറ്റിവെച്ചു. അപ്പോൾ അവിടുന്ന് ഒരു ഫിംഗർ മൂവ്മെൻറ്റിനെ തുടർന്ന് അവർ പിന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് അവർ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഞാനിപ്പം ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ സിവിൽ സർവീസ് എഴുതിയിരിക്കുന്നത്. അന്നൊരു പക്ഷേ ആ ബമ്പിൽ തട്ടി ആ ബൈക്ക് മുകളിലോട്ട് പോയില്ലായിരുന്നെങ്കിൽ, താഴെ തെറിച്ച് വീണിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആലോചിക്കാനുള്ള സാധ്യത കുറവായിരുന്നു, അല്ലേ ആതിര? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനിപ്പം ഈ വീൽ ചെയറിലായതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ സിവിൽ സർവീസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് മുന്നേ ആണെങ്കിൽ എനിക്ക് ഞാൻ BDS കംപ്ലീറ്റ് ചെയ്തു. MDS എനിക്ക് യൂറോപ്യൻ കൺട്രീസിൽ ഫ്രാൻസിൽ പോയി ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ സിവിൽ സർവീസ് എന്നൊരു ഡ്രീം എനിക്ക് വന്നത് ഈ വീൽ ചെയറിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എന്തൊക്കെ ഇനി ചെയ്യാനുണ്ടെന്നുള്ളൊരു കറക്റ്റ് ഒരു വിഷൻ എനിക്ക് വന്നത് ഈ വീൽ ചെയറിലായതിന് ശേഷമാണ്. വീൽ ചെയറിലായപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാരിനെ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാരോട് സംസാരിച്ചു. ഞാനൊരു NGOയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡിസബിലിറ്റി വിങ്ങിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് എനിക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എൻ്റെ ഒരു ഡ്രീമായിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു ഞാനൊരു സ്മോൾ സർക്കിൾസ് ആയിരുന്നു ഞാൻ സെർവ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കത് സ്മോൾ സർക്കിൾസ് പോലെ കുറച്ചൊരു വൈഡ് ആക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് ഇപ്പോൾ സിവിൽ സർവീസ് വരുന്നത്. അപകടം പറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആതിരയെ പോലെ എനർജിയുള്ള ഇങ്ങനെ പറന്ന് നടക്കാൻ ആഗ്രഹിച്ച ഒരാൾ പെട്ടെന്ന് 2 മാസം ഒന്നും അറിഞ്ഞില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കോമയുടെ അവസ്ഥയിലായിരുന്നു എന്ന് കേട്ടു. അപ്പോൾ അതിനുശേഷം ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്കൊക്കെ പോയോ പിന്നീട്? അതിനെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവന്നത്? ആരാണ് അതിന് പിന്നിൽ ഒരു മോട്ടിവേഷൻ? എന്തായിരുന്നു ആ മോട്ടിവേഷൻ വാചകം അങ്ങനെ ഒന്ന് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ? അതെ, എനിക്ക് ഹെഡ് ഇഞ്ചുറി ഉള്ളൊരു മെമ്മറി ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഇപ്പോൾ BDS തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റി 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. റൂംമേറ്റ് വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഞാൻ ആലോചിച്ചത് ഓക്കെ BDS ഓക്കെ, അപ്പോൾ എത്ര പല്ലുണ്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് 32 എന്നുള്ള നമ്പർ പോലും അന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് BDS കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആശയം തോന്നി. അപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ 1 ഇയർ കൊണ്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ബുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അത് പഠിച്ചിട്ടാണ് പിന്നീട് ഞാൻ പോയി ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആശയം, എൻ്റെ ഒരു സപ്പോർട്ട് എൻ്റെ പാരൻസ് തന്നെയാണ്. എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ സിസ്റ്റർ അനഘ. ഈ അനഘ പിന്നീട് നഴ്സിംഗ് എടുത്തത് താങ്കളെ പരിചരിക്കാൻ വേണ്ടിയാണെന്ന് വായിച്ചു കേട്ടു. സംഭവം ശരിയാണോ? അതെ. എനിക്ക് ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ആൾ സൈക്കോളജി സെക്കൻഡ് ഇയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു 2 ഇയേഴ്സ് എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് യൂറിൻ ബാഗ് ഒക്കെ ആയിരുന്നു എനിക്കിട്ട്. ഇപ്പോൾ കത്തീറ്റർ ചേഞ്ച് ചെയ്യാൻ എൻ്റെ ഒരു കെയറിന് വേണ്ടിയിട്ടാണ് ആൾ BSc നഴ്സിംഗ് എടുത്തത്. ഇപ്പോൾ ആൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കെയറിന് വേണ്ടിയാണ് ആൾ നേഴ്സായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഓക്കെ, വെരി ഗുഡ്. അത് അനഘയ്ക്കും ഒരു പ്രത്യേക കൈയടിയുണ്ട്. കാരണം അങ്ങനെ ഒരു തീരുമാനമൊന്നും ആരും എടുക്കത്തില്ല ഈ ഒരു കാലത്ത്. അതിന് ഒരു കാര്യം കൂടി, ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തോന്നുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, എന്നാൽ സിവിൽ സർവീസ് ഒന്ന് ശ്രമിച്ചു കളയാം എന്ന് തോന്നുന്ന ആ നിമിഷം അതെന്താണ് അങ്ങനെ ഒന്ന് പ്രേരിപ്പിച്ചത്? BDS കഴിഞ്ഞു, ഇനി നമുക്ക് സിവിൽ സർവീസിലേക്ക് തിരിയാം.
എന്തായാലും ഇപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുകയാണ്, ഒരു എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ? എൻ്റെ മോട്ടിവേഷൻ എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ തന്നെയാണെന്ന്. കാരണം ഈ ആക്സിഡൻറ്റ് മുന്നേ ഞാൻ കാണാത്ത പല കാര്യങ്ങളും ആക്സിഡൻറ്റിന് ശേഷം ഞാൻ കാണുന്നുണ്ട്. ഞാൻ അറിയുന്ന പോലെ എനിക്ക് തോന്നി. ആക്സിഡൻറ്റ് മുന്നേ ഞാൻ ഈ വീൽ ചെയറിലുള്ള ആൾക്കാരൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്ര അവരുടെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതേപോലെ ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അവർ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരായിട്ട് എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു മെയിൻ. ഇപ്പോൾ അതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഈ വീൽ ചെയറിൽ അല്ലാതെ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പാരലൈസ്ഡ് ആണ്. താഴേക്ക് പാരലൈസ്ഡ് ആണ്. നമ്മുടെ ഇഷ്ടപ്രകാരം എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അല്ല എനിക്ക് ചെസ്റ്റിന്റെ താഴേക്ക് എനിക്ക് സെൻസേഷൻ ഇല്ല. തൊട്ടാലൊന്നും അറിയാൻ പറ്റില്ല. ഓ ഓക്കെ ഓക്കെ. ഇനിയിപ്പം 483 റാങ്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് എൻ്റെ പ്രിഫറൻസ് IAS ആണ്. അപ്പോൾ അത് സർവീസ് അലോക്കേഷൻ വന്നിട്ട് IAS കിട്ടിയില്ലെങ്കിൽ എനിക്ക് ബെറ്റർ സർവീസ് കൊടുക്കണം. ഞാൻ സാധാരണ നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട്, ഇറാ സിംഗാൾ എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് ടോപ്പറെ കുറിച്ച് പറയാറുണ്ട്, ഒരു പ്രചോദനത്തെക്കുറിച്ച്. ഇറാ സിംഗാളിന് എനിക്കൊന്നു ഇതേപോലെ സ്പൈനലായിട്ടുള്ള ഇഷ്യൂ ആണ് ഉണ്ടായത്. അത് ആക്സിഡൻ്റ് ഇല്ലാതെ ജന്മനാ ഉള്ളതായിരുന്നു ഇറാ സിംഗാൾ. ഒരുപക്ഷെ അതിനെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇറാ സിംഗാളിനെ കുറിച്ചൊക്കെ. ഒരു വലിയ മോട്ടിവേഷനാണ് ഇറാ സിംഗാളിന്റെ ലൈഫൊക്കെ. അതെ, ഫസ്റ്റ് റാങ്ക്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പഠിച്ച് ഫസ്റ്റ് റാങ്ക് വന്നു. ഇറാ സിംഗാളിനെ പോലെയൊക്കെ അതിലേക്ക് കിട്ടും, അത് സാധ്യതയുണ്ട്. കാര്യം ഇത്രയും തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ഒരു തവണ കൂടി എന്തായാലും ഒരു തവണ കൂടി ശ്രമിക്കാൻ തീരുമാനിക്കല്ലേ അതിര? അത് IAS കിട്ടണ വരെ ശ്രമിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓപ്ഷൻ ഏതായിരുന്നു? മലയാളമായിരുന്നു അല്ലേ? അതെ, മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പം ഞാൻ പഠിച്ചത് അബ്സല്യൂട്ടിലായിരുന്നു, അബ്സല്യൂട്ട് IAS അക്കാദമി. അവർ ചിത്രശലഭം പ്രോജക്റ്റിലായിരുന്നു ഞാൻ പഠിച്ചത്. ഓക്കെ. ഈ BDS പെട്ടെന്ന് മലയാളത്തിൽ ബാംഗ്ലൂരൊക്കെ പഠിച്ചതൊക്കെ സർക്കാർ സ്കൂളിലാണെന്ന് തോന്നുന്നു. മലയാളത്തിനോടൊരു പ്രത്യേക താല്പര്യം പിന്നീട് വരുന്നത് സിവിൽ സർവീസിന്. BDS കഴിഞ്ഞു. BDS എനിക്കൊന്നും ഡെന്റൽ സിവിൽ സർവീസിൽ ഓപ്ഷൻ ഇല്ല. മെഡിക്കൽ എഞ്ചിനീയറിംഗ് വേറെ പ്രൊഫഷണൽ കോഴ്സുകളുടെ ആണെങ്കിൽ പോലും BDS ഓപ്ഷൻ ഇല്ല. മലയാളം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? മലയാളം ലിറ്ററേച്ചർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മെറ്റീരിയൽസും എനിക്ക് അവൈലബിൾ ആയിരുന്നു. അതാണ് ഞാൻ മലയാളം ലിറ്ററേച്ചർ എടുക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ മലയാളം ലിറ്ററേച്ചർ എടുത്തത്. കവിതയല്ലേ, കഥ എഴുതാറുണ്ട്. അടുത്ത കാലത്ത് എഴുതിയൊരു കഥയുടെ പേര് പറയൂ. എൻ്റെ അമ്മ. ശരി. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് ചോദിക്കാൻ മറന്നു. അമ്മയുടെ അച്ഛൻ്റെയും? മിനി സുഗതൻ. അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ അമ്മേൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ജേണിയിൽ. ഓക്കെ. അപ്പോൾ ഗംഭീരമാവട്ടെ ആതിര. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഞാൻ വളരെയധികം സംസാരിച്ചപ്പോഴേ ആതിരയ്ക്ക്, അതായത് നെഞ്ചു മുതൽ താഴേക്കുള്ള ഭാഗത്ത് ഒരു സെൻസേഷനും അറിയാതിരിക്കുന്ന സമയത്തും ആ ഒരു മോഹം അതിന് മുകളിലോട്ട് എത്ര സൂക്ഷിക്കുന്നു എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് തീരുമാനിക്കുന്നത് ജീവിതത്തിൻ്റെ. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ആതിര. ഗംഭീരമാവട്ടെ ഇനിയുള്ള ജീവിതം. സിവിൽ സർവീസ് ജീവിതം മാത്രമല്ല, അതിനെ തുടർന്ന് വരാൻ പോകുന്ന ജീവിതവും. താങ്ക് യു സോ മച്ച്. ടോപ്പർ ആവുക. ഫ്രാൻസിൽ പോകണമെന്ന് സ്വപ്നം കണ്ടിരുന്നു അല്ലേ? MDS പഠിക്കാൻ. ഇനി അടുത്ത തവണ IFS കിട്ടി ഫ്രാൻസിലേക്ക് തന്നെ നിയമനവും കിട്ടട്ടെ. ഈഫൽ ടവറിന്റെ താഴെ പോയി മനോഹരമായ ഈഫൽ ടവറിന്റെ മുകളിലേക്കൊക്കെ നോക്കിയിരിക്കാൻ പറ്റട്ടെ. താങ്ക് യു. ആതിരയാണ് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ ആതിര സുഗതൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോക്ടർ ആതിരയ്ക്കും അത് സാധ്യമാകുമെങ്കിൽ അപകടത്തിന് ശേഷമാണ് കേട്ടോ ആതിരയുടെ വലിയ തിരിച്ചുവരവ്. അപ്പോൾ ഇത് നമുക്കുമൊക്കെ സാധ്യമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മലയാളം ഓപ്ഷണലായിട്ട് എടുത്താണ് ആതിര അത് സ്വന്തമാക്കിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആതിരയുടെ ജീവിതം, ശ്രീജയുടെയൊക്കെ ജീവിതം നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ശ്രീജയെ നമുക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ. ഒരുപായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതിനൊരു പോസിറ്റീവ് എനർജി വരുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ സാധ്യമാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നാൽ പോരാ. ഇങ്ങനെ സിവിൽ സർവീസ് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങുന്നത്, നാട്ടുകാർ അഭിനന്ദിക്കാൻ വരുന്നത്, ചാനലുകാർ അഭിമുഖം നടത്താൻ പോകുന്നത്, ഇത് സ്വപ്നം കാണുന്നത് നല്ലതാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസമുണ്ട്. ഒരു പാഷനേറ്റ് ആണ്, അതൊരു പ്രത്യേക യാത്രയാണ്. ആ യാത്രയിൽ താല്പര്യമുള്ളവർ അതിനൊപ്പം കൂടുക. ചിലപ്പോഴൊക്കെ നിരാശപ്പെടേണ്ടി വരും, പക്ഷേ എങ്കിലും അത് കീഴടക്കുക.